ലൈഫ് ബീറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം പുനർജനി ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സ്വീറ്റി ചേരുന്നു. ഡോക്ടർക്ക് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഡോക്ടറുമായുള്ള കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ വന്ധ്യതയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തൊക്കെ കാരണങ്ങൾ, എന്തുകൊണ്ടൊക്കെ ആവാം ഇത് വരുന്നത് എന്നൊക്കെ. അപ്പോൾ ഇനി നമുക്കതിൻ്റെ പരിശോധന എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് കടങ്ങാം. അപ്പം ഈ വന്ധ്യത പലരുടെയും വിചാരം അതിൻ്റെ ബേസിക് പരിശോധനകൾ. അപ്പോൾ എപ്പോഴാണ് ഈ പരിശോധനകൾ തുടങ്ങേണ്ടത് എന്നും കൂടി നമുക്ക് അറിയണം. ശരിക്കും പറഞ്ഞാൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ ഒരു വർഷത്തോള കാലം കറക്റ്റായിട്ട് സാധാരണ പോലെ ബന്ധപ്പെടുകയും അവർ ആ ഒരു വർഷകാലം ഒരുമിച്ച് താമസിക്കുകയും ചെയ്തതിന് ശേഷവും കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല എന്ന് വെച്ചാൽ പിന്നെയാണ് നമ്മളതിനെ വന്ധ്യതയിലേക്കുള്ള പരിശോധനകളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വന്ധ്യത ഇങ്ങനെ ഒരുപാട് കൂടിയ ഒരു അവസ്ഥയിൽ അത്രയും ഒന്നും ക്ഷമിക്കാൻ പോലും ആളുകൾക്കൊരു സാവകാശമില്ല. അപ്പം എല്ലാവർക്കും കൂടുതൽ ആശങ്ക കൂടുതലാണ്. കാര്യം വന്ധ്യത ഇപ്പോൾ എപ്പോഴും എല്ലായിടത്തും കൂടുതൽ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു 6 മാസം ആകുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ബെറ്റർ നമുക്ക് ഒരു ബേസിക് ടെസ്റ്റുകൾ. ഇപ്പം ആളുകളുടെ വിചാരം ഈ വന്ധ്യതയുടെ ചികിത്സകളെക്കാളും പരിശോധനകളൊക്കെ ഒരുപാട് ചിലവേറിയതാണ്, ഒത്തിരി കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒന്നുമല്ല. ശരിക്കും ബേസിക്കലായിട്ട് നോക്കുക. ഇനി എങ്ങനെയാണ് ആളുകൾ ചൂഷണം ചെയ്യപ്പെടുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ബേസിക്കായിട്ടുള്ള ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് സ്ത്രീക്ക് അവരുടെ സ്ഥിരം ബേസിക് ഹോർമോണുകൾ, തൈറോയിഡ്, FSH, പിന്നെ പ്രൊലാക്റ്റിൻ, അതുപോലത്തെ കുറച്ച് ഫ്യൂ ഹോർമോൺസ്, അതും അവരുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻ്റേത് അല്ലെങ്കിൽ ഷുഗറിൻ്റെ അങ്ങനെ എല്ലാ വാല്യൂസും നമ്മുടെ ബേസിക് ടെസ്റ്റുകൾ ഇത്രയേ ഉള്ളൂ ഒരു സ്ത്രീക്ക് ചെയ്യേണ്ടത്. അതേപോലെ സ്കാന് ബേസിക് അവരുടെ എല്ലാ അവയവങ്ങളും നോർമലാണോ, പിന്നെ പ്രവർത്തനത്തിനെ പറ്റി നോക്കാനായിട്ട് അണ്ടോൽപാദനം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മൾ സീരിയൽ സ്കാൻസ് ചെയ്യും. അതായത് ഒരു 11ാം ദിവസം ഒരു സ്കാൻ, ഇത് മാസക്കുള്ളിയുടെ ഫസ്റ്റ് ഡേ ബ്ലീഡിങ് ഫസ്റ്റ് ഡേ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 11ാമത്തെ ദിവസം ഒരു സ്കാന്, 13th 14th ഇങ്ങനെ ഉള്ള ദിവസങ്ങളിൽ ചെയ്ത് കറക്റ്റായിട്ട് എഗ്സ് ഉണ്ടായി അത് വലിപ്പം വെച്ച് അത് പുറത്തു വരുന്നു. ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി അവരുടെ ഓവുലേഷൻ ഒക്കെ നോർമലാണെന്ന് നമുക്ക് ബേസിക്കലി അറിയാൻ പറ്റും. സോ ഇത്രയും ആണ് ഒരു സ്ത്രീക്ക് ചെയ്യേണ്ട ആകെയുള്ള ചികിത്സ. ഇതൊന്നും അത്ര വിലയേറിയ ചികിത്സയേ അല്ല, വിലയേറിയ പരിശോധനയേ അല്ല. വളരെ വളരെ സാധാരണ ചെറിയ ഒരു രൂപയ്ക്കുള്ളിൽ നിൽക്കാവുന്നുള്ളതേ ഉള്ളൂ. അതേപോലെ തന്നെ പുരുഷന്മാർക്ക് ആദ്യം ബേസിക് ചെയ്യേണ്ടത് സെമൻ അനാലിസിസ്. അത് 150-200 രൂപ വരുന്ന ഒരു സിമ്പിൾ പരിശോധന. അത് പ്രോപ്പറായിട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഡീറ്റെയിൽഡായിട്ട്, ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി സെൻറ്റേഴ്സിലൊക്കെ ആകുമ്പോൾ അവർ ഡീറ്റെയിൽഡായിട്ട് ചെയ്യും. അല്ലാതെ ഉള്ള ലാബുകളിലൊക്കെ ആണെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യ കാര്യങ്ങളൊന്നും കാണില്ല. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. ശരിക്കും ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പം അതിന് കറക്റ്റായിട്ടൊരു എല്ലാം അറിയണം. അതായത് ചലനശേഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏതൊക്കെ തരം രീതികളുണ്ട്. അത് റാപ്പിഡായിട്ടുള്ളതുണ്ട്, സ്ലോ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ രീതികളും നമ്മൾ അറിഞ്ഞ് വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ചെയ്യണം. ഇത്രയും കൂടി ആവുമ്പോഴത്തേക്കും ഒരു വന്ധ്യതയുടെ പരിശോധനയുടെ ബേസിക് എല്ലാം കഴിയും. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ 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 കോൾ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. സോ അപ്പം ഇത്രയേ ഉള്ളൂ ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. സോ ഈ ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ഇപ്പോൾ സ്ത്രീക്ക് ശരിക്ക് അണ്ടോൽപാദനം, ഓവുലേഷൻ നടക്കുന്നുണ്ട്, എഗ്സ് പുറത്ത് വരുന്നുണ്ട്, നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുരുഷന് ഉള്ള ബീജത്തിൻ്റെ അളവ് നോർമലാണ്, ചലനശേഷി ഈസ് ഓക്കെ, പഴുപ്പും ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ചെറിയ പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്യാം, ആൻറ്റിബയോട്ടിക് കൊടുത്ത്, അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഉള്ളൂ. പിന്നെ അവർ ബന്ധപ്പെടുന്നതിൻ്റെ കാലയളവും കൂടെ നോക്കണം. പിന്നെ നമുക്ക് ആ ഒരു ടൈമിങ്ങും കൂടെ ഏകദേശം പറഞ്ഞു കൊടുക്കുന്നത് നല്ലത്. ഒരു അതെ, ഒരു 11ാം ദിവസം തൊട്ട് 18ാം ദിവസം വരെ ഇന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടാവും. കോളുണ്ട് ഡോക്ടർ. ഹലോ ഹലോ ലൈഫ് ബീറ്റ്സ്, ആരാ വിളിക്കുന്നത്? എന്റെ പേര് ശാലിനി. ശാലിനി ചോദിച്ചോളൂ ഡോക്ടർ. ശാലിനി. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ ശാലിനി.
ഞാൻ കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഇതിനിടയ്ക്ക് 2 പ്രാവശ്യം അബോഷനായി. പക്ഷെ ഇപ്പൊ ഒന്നും ആവുന്നില്ല. ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് ചെയ്തപ്പം കുഴപ്പമൊന്നും ഇല്ലെന്നാ പറയുന്നത്. രണ്ടുപേർക്കും കുഴപ്പമില്ല. രണ്ടുപേർക്കും കുഴപ്പമില്ലെന്നാ പറയുന്നത്. ഹസ്ബൻഡ് സെമനൊക്കെ ടെസ്റ്റ് ചെയ്ത് നോർമലാണോ? സെമൻ അനാലിസ് ചെയ്തു. പിന്നെ സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യവും ഓരോ പീരീഡ്സ് കഴിഞ്ഞ് സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം പീരീഡ്സ് റെഗുലർ അല്ല. എത്ര മാസം കൂടുമ്പോഴാ വരുന്നത്? ഒരു 70 കിലോ വെയിറ്റ് ഉണ്ട്. ഹൈറ്റ് 157 വെയിറ്റ് കൂടുതലാണെന്നാ പറയുന്നത്. 157 80 എന്ന് പറഞ്ഞാൽ നല്ല കൂടുതലാ വെയിറ്റ്. 70 എന്ന് പറഞ്ഞാൽ നല്ല കൂടുതൽ തന്നെയാണ് വെയിറ്റ്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പീരിയഡ്സ് ഇറഗുലർ ആവുന്നത്. പിന്നെ പോളിസിസ്റ്റിക് ഓവറി ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കിയോ? ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പോളിസിന്റെ സൈസ് ഒക്കെ ഓരോ പ്രാവശ്യവും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. കുറെ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്തായിരുന്നു. അതന്നെയാ അതില് സ്കാൻ ചെയ്യുമ്പോൾ പോളിസിസ്റ്റിക് ഓവറി എന്നൊരു സംഗതി ഉണ്ട്. നിറയെ കുമിളകള് 2 അണ്ടാശയത്തിലും ഓവറീസിൽ വരുന്ന ഒരു അസുഖമാണത്. അത് വരുമ്പോഴത്തേക്കും അതൊരു വന്ധ്യതയ്ക്ക് വലിയ കാരണമായി വരും. എഗ്സ് ഉണ്ടാവാതെ വരും. വെയിറ്റ് കൂടുതലാണ്. അത് എന്തുകൊണ്ട് ഈ കാരണം? ഫസ്റ്റ് ഒരു കാര്യം ചെയ്യൂ, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കൂ, ബേസിക് ഒരു സ്കാൻ ചെയ്ത് നോക്കൂ. ഓവറിയുടെ അണ്ടോൽപാദന പ്രക്രിയക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയണം തീർച്ചയായിട്ടും. ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടും നല്ലതുപോലെ എഗ് വലുതായി വരുന്നില്ലെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത് ഓവറീസിന്റെ ബേസിക് പ്രോബ്ലം കണ്ടുപിടിക്കാൻ. ഓക്കെ, അതിന് എന്തെങ്കിലും ബേസിക് ആയിട്ട് പോളിസിസ്റ്റിക് ഓവറിയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ലാപ്രോസ്കോപ്പിയോ അങ്ങനെ വല്ലതും കറക്ഷൻ വല്ലതും ചെയ്യണമെങ്കിൽ. ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് ഒരു ചെറിയ അങ്ങ് വലുതായിട്ടല്ല, ഒരു ചെറിയ സൈസിൽ PCOD ആണെന്നാ പറഞ്ഞത്. അതാ പറഞ്ഞു. അപ്പൊ PCOD എന്ന് പറഞ്ഞതിന് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയും വേഗം കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ കൗണ്ട് 20 ഉണ്ടായിരുന്നു. പിന്നെ പസൽസ് 10x12 ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടായിരിക്കും? ഹസ്ബൻഡിനോ? ആർക്കാണ്? ഹസ്ബൻഡിന്. അത് ഇൻഫെക്ഷന്റെ ആണ്. അത് കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അത് കുഴപ്പമുണ്ട്. അതെ, അത് ട്രീറ്റ് ചെയ്യണം. കറക്റ്റ് ആയിട്ട് ഡോക്ടറെ കാണിച്ച് ട്രീറ്റ് ചെയ്തോളണം. ഓക്കെ, തീർച്ചയായിട്ടും കേട്ടോ. അപ്പൊ അതും കറക്റ്റ് ചെയ്യണം. പിന്നെ ഈ പോളിസിസ്റ്റിക് ഓവറി പറ്റുമെങ്കിൽ ലാപ്രോസ്കോപ്പിക് കറക്ഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അത് ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ, വയറൊന്നും തുറന്നിട്ടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ചെയ്ത് ട്യൂബും ഒക്കെ ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്യുമ്പോഴത്തേക്കും പ്രഗ്നൻസിയുടെ സാധ്യത കൂടുക തന്നെ ചെയ്യും കേട്ടോ. ഇനിയും ഒരുപാട് നോക്കിയിരിക്കാതെ. ഓക്കെ, താങ്ക് യു ശാലിനി. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ 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 ലൈഫ് ബീറ്റ്സ്. ആരാ വിളിക്കുന്നത്? ഹലോ, ആരാ വിളിക്കുന്നത്? ഇത് ഡോക്ടറെ അടുത്ത് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ ഹലോ പറയൂ. ഹലോ മാഡം, ഞാനിപ്പോ പ്രഗ്നന്റ് ആണ്. TV-യിൽ ശ്രദ്ധിക്കാതെ ഡോക്ടറെ അടുത്ത് ചോദിക്കോ. കേക്കാം, പറഞ്ഞോളൂ. ഹലോ ഹലോ, TV-യിൽ ശ്രദ്ധിക്കണ്ട. ഞാനിപ്പം 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയത്. ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണോ? ഹലോ, ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണോ പ്രഗ്നന്റ് ആയത്? അതെ അതെ. ഓക്കെ, എന്നിട്ടോ? ഇപ്പൊ എനിക്ക് പിന്നെ 6 മാസമായി. അപ്പൊ എനിക്കാണെങ്കിൽ ഈ എല്ലാവരും പറഞ്ഞിപ്പം വയറ് തീരെ കുറവാണ്. വയറ് ഒരു 3 മാസത്തിന് വയറ് പോലും വെച്ചിട്ടില്ല. വയറ് കുറവാണെന്നോ എല്ലാരും പറയുന്നോ? മറ്റുള്ളവര് പറയുന്ന കാര്യമല്ലല്ലോ. ഡോക്ടർ എന്ത് പറയണു? ഡോക്ടർ പ്രത്യേകിച്ച് വേറെ പ്രോബ്ലം ഒന്നും കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് വിശപ്പില്ല. ഈയിടെ വിശപ്പും ക്ഷീണമായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാ. അപ്പൊ ഡോക്ടറോട് പറഞ്ഞാല് നല്ല പ്രോട്ടീൻ പൗഡറോ എന്തെങ്കിലും ഒക്കെ തരുമല്ലോ അല്ലേ? സിറപ്പ് തന്നു, പക്ഷെ കഴിച്ചിട്ടും വിശപ്പൊന്നുമില്ല. വിശക്കാൻ വേണ്ടി നിൽക്കണ്ട. ഇപ്പോൾ
ശരിക്കും വേണ്ടത് അമ്മയ്ക്കും കുഞ്ഞിനും കൂടി ഒരാൾ കഴിച്ചാലേ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇതിപ്പം വിശപ്പിനായിട്ടല്ല, നമുക്ക് എന്തായാലും കഴിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് എവറി 1 hour എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഇപ്പം എന്തെങ്കിലും ഏത്തമ്പഴം പോലെ, മുട്ട പുഴുങ്ങിയതോ, അങ്ങനെ വലിയ രുചിക്ക് വേണ്ടി നോക്കിയിരിക്കാതെ കഴിക്കണം എന്നുള്ള ഒരു അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് കഴിക്കുക. എന്നാലേ കുഞ്ഞിന് വളർച്ചയുണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇവിടെ രുചിക്കോ വിശപ്പിനോ അവിടെ പ്രസക്തിയില്ല. നമുക്ക് ഈ സമയത്ത് എത്ര കിലോ വരെ നമുക്ക് വെയിറ്റ് വരക്കണം? അതൊന്നും ആലോചിക്കണ്ട. ഇപ്പൊ വെയിറ്റിന്റെ കാര്യം 10 വർഷം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയിട്ട് കുഞ്ഞ് എത്രയേ വലുതായാലും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. നന്നായിട്ട് പുഷ്ടിയായിട്ട് കുട്ടി വളരട്ടെ, വയറ്റിനകത്ത് നന്നായിട്ട് ഭക്ഷണം കഴിച്ചോളൂ. നമ്മുടെ വെയിറ്റിനല്ലല്ലോ ഇപ്പൊ പ്രസക്തി അല്ലേ? അപ്പം ഇപ്പം നമുക്ക് ഏറ്റവും വലുത് ആ കുഞ്ഞ് നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞായിട്ട് വളരണമെങ്കിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ കൂടിയ ഭക്ഷണങ്ങൾ, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുട്ടയുടെ വെള്ളയൊക്കെ കഴിച്ചോളാൻ പറഞ്ഞത്. ഏത്തമ്പഴം പോലെ മീൻ കഴിക്കാം, പിന്നെ പാല് നല്ലോണം കുടിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്തുകൊള്ളുക. ഈ വിശപ്പിന് വേണ്ടി നിൽക്കരുത്, രുചിക്ക് വേണ്ടിയും ഈ ഒരു സമയത്ത് നോക്കി നിൽക്കാൻ പറ്റുന്നതല്ല. ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഇതെന്തെങ്കിലും കഴിച്ചോളൂ. പിന്നെ ഷുഗറൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ ഗ്ലൂക്കോസ് കലക്കിയിട്ട് എന്തെങ്കിലും ജ്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാം കേട്ടോ. ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഗ്ലൂക്കോസ് കുടിക്കുന്നത് കുറച്ച് നല്ലതായി. ക്ഷീണം ഒന്ന് മാറി കിട്ടും ഇടയ്ക്ക്. 2-3 സ്പൂണ് പഞ്ചസാരയ്ക്ക് പകരം അതിട്ടിട്ട് ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് കുടിക്കും. ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതേപോലെ ബദാം, കാഷ്യൂ നട്ട്സ് ഇതൊക്കെ ഉപയോഗിക്കാം. എല്ലാം ഓരോരോ മണിക്കൂർ കൂടുമ്പോൾ എന്തെങ്കിലും ചെറുതായിട്ടിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ മതി. ഒറ്റയടിക്ക് 3 നേരം കഴിക്കണം എന്നില്ല. ശരി, ഓക്കെ. നമ്മൾ പരിശോധനകളെ പറ്റിയിട്ടാണ് ബേസിക് ടെസ്റ്റ് ആണ്. ബേസിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ ശരിക്കും. ഇത് ഒന്നും വലിയ ഒരു കോസ്റ്റ് ഒന്നും വരുന്ന സംഗതിയേ അല്ല, ആയിരങ്ങളിലോട്ടോ ഒക്കെ പോകുന്ന ഒന്നും അല്ല. അപ്പോൾ ആളുകൾ പക്ഷെ പേടിക്കുന്നത് ചില സ്ഥലത്ത് ഉണ്ട് താനും. പോകുമ്പോ തന്നെ 10-25 രൂപയുടെ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഒരു തെറ്റിദ്ധാരണയല്ല, അത് ശരിക്കും പലയിടത്തും ഉണ്ടാവുന്നുണ്ട്. സോ അതുകൊണ്ട് ആളുകൾക്ക് പേടിയാണ്. പക്ഷെ ശരിക്കുമുള്ള സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്താൽ ഇവർ രണ്ടുപേരിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അങ്ങനത്തെ കുഴപ്പമുണ്ടെങ്കിൽ അതിന് ഇപ്പം പുരുഷന്റെ കാര്യമാണെങ്കിൽ നമുക്ക് സ്കാനോ ഇങ്ങനെ വല്ലതും നോക്കിയിട്ട് വാരിക്കോസീൽ പോലത്തുള്ള സംഗതികളുണ്ട്. അങ്ങനെ വല്ലതും ഉള്ളത് കൊണ്ടാണോ കൗണ്ട് കുറഞ്ഞിരിക്കുന്നതെന്ന് നോക്കി അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഡോപ്ലർ, സ്ക്രോട്ടൽ ഡോപ്ലർ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റും. സ്ത്രീയുടെ കാര്യമാണെങ്കിൽ ഈ അണ്ടോൽപാദനം നടക്കാത്തതിൻ്റെ കാര്യം എന്തെന്ന് അറിയാനായിട്ട് നമുക്ക് വേറെയും ചില ബ്ലഡ് ടെസ്റ്റുകൾ എക്സ്ട്രാ ചെയ്യേണ്ടി വരും. അതിനോടൊപ്പം സ്കാൻ ചെയ്ത് കറക്റ്റായിട്ട് നോക്കിയിട്ട് അണ്ടോൽപാദനം നടക്കാത്തത് പോളിസിസ്റ്റിക് ഓവറിയോ എൻഡോമെട്രിയോസിസോ അതുപോലത്തെ എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടാണോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം. സ്കാനുകളും എല്ലാം വളരെ ഡിജിറ്റലൈസ്ഡ് ആണ് ആൻഡ് അഡ്വാൻസ് സ്കാൻസ് ഉണ്ട്. സോ നമുക്ക് അത് ഉള്ള സ്ഥിതിക്ക് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ നമ്മൾ അതിലോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതിലോട്ട് പോയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ചില പോളിസിസ്റ്റിക് ഓവറി പേഷ്യൻസ്, ഇപ്പോൾ എനിക്കിപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ഞാൻ കണ്ടിട്ട് വന്ന പേഷ്യൻസിൽ കുറച്ച് പേരൊക്കെ പീരിയഡ്സ് വരുന്നേ ഇല്ല. അതായത് അൺലെസ് മെഡിസിൻ യൂസ് ചെയ്തില്ലെങ്കിൽ വരുന്നേയില്ല. അത്രത്തോളം ഈ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞ. അപ്പം അവർ എത്ര കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്താലും ഈ ചില സെൻറ്റേഴ്സിൽ, ചില ഈ വന്ധ്യതയ്ക്ക് വേണ്ടിയുള്ള സെൻറ്ററുകൾ, ഇൻഫെർട്ടിലിറ്റി സെൻറ്റേഴ്സിലുള്ള പ്രവണത എന്ന് പറഞ്ഞാൽ ഈ പോളിസിസ്റ്റിക് ഓവറി ഉണ്ടെങ്കിലും അവർ ഈ ലാപ്രോസ്കോപ്പിക് കറക്ഷൻ ചെയ്യുന്നത് കുറവായിരിക്കും. ഒത്തിരി ഹോർമോൺസ് ഉപയോഗിച്ച് എഗ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പൊ ഇതിപ്പോ നമ്മൾ കാലൊടിഞ്ഞ കുതിരയുടെ കൊണ്ട് നമ്മൾ അതിനെ അടിച്ച് ഓടിക്കാൻ നോക്കുന്ന പോലെയാണ്. മറ്റേ നമ്മൾ അതിന്റെ ആ ഒടിവ് ശരിയാക്കിയാൽ തനിയെ ഓടിക്കോളും. മനസ്സിലായില്ല? അങ്ങനെയാണ്. അത് കറക്റ്റ് ചെയ്താൽ തനിയെ ഓടും. അങ്ങനെയാണ്. സോ അതുപോലെ തന്നെയാണ് ഈ പ്രോബ്ലമായിട്ടിരിക്കുന്ന ഓവറിയുടെ ആ പ്രോബ്ലത്തിന്, ആ അതിലുള്ള കുമിളകളും ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുമിളകൾ നമുക്ക് ലേസർ വഴി എന്ത് സോഴ്സ് യൂസ് ചെയ്യാം, ഇലക്ട്രിക്കൽ സോഴ്സും അത് വെച്ച് ഒന്ന് കരിച്ചു കൊടുത്തിട്ട് അതിനെ ആക്റ്റീവ് ആക്കുക. അപ്പോൾ പിന്നെ നമുക്ക് വലിയ വലിയ മരുന്നുകളും ഇതൊന്നും ഇല്ലാതെ തന്നെ
എഗ്സ് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് വളരെ എക്സ്പീരിയൻസിൽ ഞാൻ ഒരു നല്ല രീതിയിൽ ഒരു കുറേ വർഷങ്ങൾ കൊണ്ട് ഞാൻ കണ്ട ഒരു കാര്യമാണ്. അതിന് നമുക്ക് അനാവശ്യമായിട്ട് ഒരുപാട് ഹോർമോൺസ് കുത്തിവെച്ച് ഒരുപാട് ഇതൊന്നും ചെയ്യാതെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചിലർ റെസ്പോണ്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ളവർക്ക് മാത്രമേ നമുക്ക് ഹോർമോൺസ് അധികം കൊടുക്കേണ്ടി വരുള്ളൂ. ഈ പോളിസിസ്റ്റിക് ഓവറീസ് കണ്ടു കഴിഞ്ഞാൽ നോർമലി ഒരു ഫുഡ് ഐറ്റം എക്സസൈസും അത് ഒരു ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ പറയണം. കാര്യം എന്ന് വെച്ചാൽ കുറേ മരുന്നുകൾ കൊണ്ട് ഒന്നും നടക്കില്ല. കാര്യം വെച്ചാൽ അവിടെ വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് നമ്പർ 1 പ്രയോറിറ്റിയാണ്. വെയിറ്റ് റെഡ്യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് വന്നിട്ട് എന്തെങ്കിലും ആ ഹോർമോൺ ലെവലിൽ നോർമലൈസ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ്. കിട്ടും കുറച്ചും കൂടെ ഈസി ആയിട്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ടെൻഡൻസി പെട്ടെന്ന് കിട്ടും. എന്നുവെച്ചാൽ ഹോർമോൺസ് കുറച്ചൊക്കെ ആക്റ്റീവായി വരുന്നതുകൊണ്ട്. സോ അവരും കൂടി ഒന്ന് ശ്രമിച്ചാൽ മതി നന്നായിട്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്യും. മനസ്സ് വെച്ചിട്ട് വേണം ഇതിനോട്ട് പോവാൻ. ചിലർക്ക് വന്നിട്ട് ഈ വെയിറ്റ് ഇത്രയൊക്കെ ആയതിനു ശേഷം പിന്നെ റെഡ്യൂസ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. ആ ഫുഡ് നല്ല കൺട്രോളിൽ നിൽക്കണം. അതേപോലെ ഡെയിലി ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഞാൻ വർക്കൗട്ട് പറയാറുണ്ട്, എക്സസൈസ്. ഇതൊക്കെ ബേസിക് വലിയ തോതിൽ അല്ലെങ്കിലും ചെറിയ തോതിൽ ചെയ്യാൻ പലർക്കും മടിയുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കും ഈ ഡിസീസ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുന്നത്. പക്ഷെ യൂഷ്വലി ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 to 8 മാസത്തിനകത്ത് ഹസ്ബൻഡിൻ്റെ ഇത് കൗണ്ട് നല്ലതാണെങ്കിൽ, മെയിൽ ഫാക്ടർ 90% ഓക്കെ ആണെങ്കിൽ, ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളത് ഒരു 6 to 8 മന്ത്സിനകത്ത് ഷുവറായിട്ട് പ്രഗ്നൻസി കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. വെയിറ്റും ഒക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ലൈഫ് ബീറ്റ്സ്, ആരാ വിളിക്കുന്നത്? ഹലോ, ഞാൻ ഐഷയാണേ. ആയിഷ, ഡോക്ടറെ സംസാരിച്ചോളൂ. ഹലോ ഹലോ ആ ഐഷ. ഹലോ ഡോക്ടർ, എന്റെ മകൾക്ക് ഇപ്പോൾ 18 വയസ്സായി. ഹലോ ആ കേക്കാം, പറഞ്ഞോളൂ ഡോക്ടർ. ഹലോ ആ പറഞ്ഞോളൂ ആയിഷ. 18 വയസ്സായി. അവർക്ക് പീരീഡ്സ് റെഗുലർ അല്ല ഡോക്ടർ. ഇപ്പൊ എന്തെങ്കിലും കാണിച്ചോ ആരെങ്കിലും? ഇല്ല, ഇപ്പൊ ആരെയും കാണിച്ചിട്ടില്ല. ഇപ്പൊ ഇത്രയും ദിവസം റെഗുലർ ആയിരുന്നു. പക്ഷെ ഈ മന്ത് വന്നിട്ട് പീരീഡ്സ് എല്ലാം കഴിഞ്ഞിട്ട് 15th ആകുമ്പോഴത്തേക്കും പിന്നെയും ചെറിയ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. അത് ഒത്തിരി ദിവസം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പീരീഡ്സിന്റെ ഡേറ്റ് ആയിട്ട് പോലും അങ്ങനെ കുറച്ച് ദിവസം ഡ്രോപ്പായിട്ട് പോകുന്നതല്ലാണ്ട് ഒത്തിരി അങ്ങനെ റെഗുലർ ആയിട്ട് പോകുന്നില്ല. അത് ശരി. അപ്പോൾ ഇത് ഡോക്ടർ ആരെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ മസ്റ്റായിട്ട് കാണിക്കണം. ഹോർമോൺസ് ഡോക്ടേഴ്സിനെ കാണിക്കണം, ഗൈനക്കോളജിസ്റ്റിനെ മസ്റ്റായിട്ട് കാണിക്കുക. പിന്നെ ഹോർമോൺസ് ചെക്ക് ചെയ്യണം, ബേസിക് ആയിട്ടൊരു സ്കാൻ ചെയ്ത് നോക്കണം. ഓക്കെ, ഓവറിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതുകൊണ്ട് എന്തായാലും പേടിക്കാനൊന്നുമില്ല, പക്ഷെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പ്രോബ്ലം ഒന്നും ആയിരിക്കത്തില്ല. ഇതിപ്പോൾ എല്ലാ കുട്ടികളിലും കാണുന്നതാണ്. നമുക്കതിനെ ഈസി ആയിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അതിനെ റെഗുലറൈസ് ചെയ്ത് നോർമൽ ആക്കാൻ പറ്റും. ഓക്കെ, അതിനെ നമ്മൾ കണ്ടുപിടിക്കാതെ ഇരിക്കണവരെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അല്ല, എന്തായാലും അതന്നെ ഈ മന്ത് വരുന്നത് അടുത്ത മന്തും വരാമല്ലോ. മേ ബി അല്ല, അത് മാത്രമല്ല, ഇത്രയും ദിവസം ഒരു കുട്ടി ബ്ലീഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന്റെ ആരോഗ്യത്തിന് കുറവല്ലേ അത്? മനസ്സിലായില്ലേ? അത്രയും അതിന്റെ ബ്ലഡ് അല്ലേ പോകുന്നത്. അപ്പോൾ അത്രത്തോളം ഹീമോഗ്ലോബിൻ കുറയുന്നു, അതിന്റെ ശക്തി കുറയുന്നു. അത് മനസ്സിലാക്കണം നമ്മൾ. സോ അത് ഇനി ഒരു എപ്പിസോഡല്ലേ വന്നുള്ളൂ, ഇനി വേണ്ട, കുഴപ്പമില്ല, അങ്ങനെ വിചാരിക്കരുത്. കൊച്ചു കുട്ടിയുടെ കാര്യമല്ലേ, പഠിക്കുന്ന കുട്ടിയല്ലേ. അപ്പം തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് അതിനൊരു എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാക്കും. ഓക്കെ, താങ്ക് യു ആയിഷ. പലർക്കും ഇത് ഉൾക്കൊള്ളാനുള്ള ഒരു, അതായത് ഡോക്ടറിനെ എന്തിനു കാണുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അൺമാരിഡ് ഗേൾസിനെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ആവശ്യമില്ല. അതിനെ ഈ പറഞ്ഞ 1 വന്നാൽ 4 വരട്ടെ എന്നിട്ട് നോക്കാന്നുള്ള മട്ടില്ല. ഈ ഒരു പ്രാവശ്യമല്ലേ വന്നുള്ളൂ, ഒരു 5-6 പ്രാവശ്യം വന്നിട്ട് നോക്കാം. അപ്പോഴത്തേക്ക് കൊച്ചിന്റെ ഒരു സ്ഥിതി ശരിയായി കാണും. അതിൽ ഈ വന്ധ്യതാ ചികിത്സയ്ക്ക് വരുന്നവരിലും ഇങ്ങനെ ഒരു അക്സെപ്റ്റൻസ് ബുദ്ധിമുട്ട്. വന്ധ്യതാ ചികിത്സയ്ക്ക് വരുന്നവർക്ക് വേറൊരു സ്വഭാവമാണ്. എന്ന് വെച്ചാൽ 3 മാസം ഒരു സെന്ററിൽ അവർ നോക്കും, ആയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ചാടി അടുത്ത സെന്ററിൽ നോക്കും, പിന്നെ അടുത്ത ചാട്ടം അടുത്തയിലോട്ടാണ്. ഇങ്ങനെ അവർ ഏകദേശം കേരളം മുഴുവൻ കഴിഞ്ഞ്
റെഡി ആവുമ്പോഴത്തേക്കും പിന്നെ ആദ്യം വന്ന സ്ഥലത്ത് തന്നെ പിന്നെയും വരും. അങ്ങനെ റോളിംഗ് ആണ്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, പ്രതീക്ഷയാണ്. ചിലപ്പം ഓരോരുത്തർ പറയുമ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് കിട്ടി, ഇവിടെ പോയപ്പോൾ കിട്ടി, അങ്ങനെ അങ്ങനെ ഓരോരോരിടത്ത് പോയി പ്രതീക്ഷയാണ്. അവസാനം തിരിച്ച് വന്ന് നോക്കുമ്പം ഇവർ കുറേ കാശ് ചിലവാക്കിയിട്ടുണ്ടാവും. ആക്ച്വലായിട്ട് ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ടുപേരുടെയും നോക്കിക്കാണൂല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് നോക്കാനുള്ളത് ആദ്യത്തിൽ നിന്ന് തുടങ്ങി ഒന്നും ചെയ്തില്ല. എന്നുവെച്ചാൽ വലിയ വലിയ സെന്ററുകളിൽ ചിലപ്പോൾ ആദ്യമേ ഒരു വലിയ കാര്യങ്ങളൊക്കെ മുഴുവൻ നോക്കിക്കും, മനസ്സിലായില്ലേ? അപ്പം അതിന് വന്നിട്ട് ഒരു വലിയ ഇന്റർപ്രിട്ടേഷനും കാണില്ല. അതിനെ കാര്യമായിട്ട് നോക്കി കറക്റ്റ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാനും അവിടെ ആരും കാണുമൊന്നുമില്ല. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ലൈഫ് ബീറ്റ്സ്, ആരാ വിളിക്കുന്നത്? എന്റെ പേര് അമല എന്നാണ്. ഞാൻ ശ്രീകാര്യത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അമല ഡോക്ടർ സംസാരിച്ചു. അമല പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്കിപ്പോ 24 ആയി. എന്റെ ഏജ്, മാരേജ് ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുവാണ്. അപ്പൊ എനിക്ക് 10 years ബാക്ക് നോക്കിയപ്പോൾ ഈ പോളിസിസ്റ്റിക് ഓവറിയുടെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായിരുന്നു. ഡോക്ടർ, പോളിസിസ്റ്റിക് ഓവറി, ഓക്കെ. 10 years ബാക്ക് എനിക്ക് ഫുഡ് പോയിസൺ ആയിട്ട് വന്ന് ഫുൾ സ്കാൻ ചെയ്തപ്പോഴാണ് ഇത് അറിയുന്നത്. അപ്പൊ അന്ന് ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞു വെയിറ്റ് റിഡക്ഷൻ ചെയ്യണം, വേറെ വലിയ പ്രോബ്ലംസ് വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോ വെയിറ്റ് ഇപ്പൊ എനിക്ക് എന്റെ ഹൈറ്റ് 156 ആണ്, വെയിറ്റ് 59 ആണ്. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് നാളൊക്കെ പീരീഡ്സ് റെഗുലർ ആയിട്ട് വന്നു. അത് കഴിഞ്ഞ് ഇപ്പം പ്രോബ്ലം ഒന്നുമില്ല, നോർമലായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് വൈറ്റ് ഡിസ്ചാർജ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം പീരീഡ്സ് ആണെങ്കിലും ഒരു 3 days ബ്ലീഡിങ് കാണും, പിന്നെ അങ്ങോട്ട് വലിയ ബ്ലീഡിങ് ഒന്നുമില്ല ആക്ച്വലി. എന്നാൽ ആദ്യത്തെ ദിവസമൊക്കെ നല്ല പെയിനും കാണും. അല്ല, ഈ പോളിസിസ്റ്റിക് ഓവറിയുടെ കാര്യം എത്ര വർഷം മുമ്പേ നോക്കിയതാ? പോളിസിസ്റ്റിക് ഓവറിയുടെ കാര്യം എത്ര വർഷം മുമ്പേ നോക്കിയതാ? 10 years back. 10 years back. 10 years. അന്ന് ഡോക്ടർ കണ്ട ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് അത് വലിയൊരു പ്രോബ്ലം അല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അല്ല, അതിരുന്നോട്ടെ, അത് കുഴപ്പമില്ല. ഇപ്പൊ ഒന്നും കൂടി എന്തായാലും മാരേജ് ഒക്കെ കഴിയാൻ പോകില്ല, അതിന് മുമ്പേ ഒരു ബേസിക് ആയിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതെ, ദാറ്റ് ഈസ് ഐഡിയൽ. അങ്ങനെയാ വേണ്ടത്. അല്ല, അതാണ് നമ്മളിങ്ങനെ ഇവിടെ അതായിരിക്കോ ഇതായിരിക്കോ എന്ന് എന്തിനാ പേടിച്ചോണ്ടിരിക്കുന്നത്? നേരെ ഗൈനക്കോളജിസ്റ്റിനെ കാണുക, ബേസിക് ഹോർമോൺസ് ഒക്കെ ചെക്ക് ചെയ്യുക. ശരിക്കും കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ വേണ്ടതാണ്, നോർമലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ആരും ചെയ്യാറില്ലെന്നേ ഉള്ളൂ. ഹോർമോൺസ് ഒക്കെ ബേസിക് ആയിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ പോളിസിസ്റ്റിക് ഓവറിയുടെ ഇൻറ്റൻസിറ്റി. പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത് ഒരു ദിവസം വന്നിട്ട് പിറ്റേ ദിവസം ഇല്ലാണ്ടായി പോകുന്ന ഒരു ഡിസീസ് അല്ല. അത് ഇൻറ്റൻസിറ്റി കൂടിയും കുറഞ്ഞും ഇരിക്കും നമ്മളെ വെയിറ്റ് കൂടുന്നത് അനുസരിച്ചിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിപ്പോൾ ഏത് സ്ഥിതിയിലാണ് ഇരിക്കുന്നത്, ഓവുലേഷനൊക്കെ കറക്റ്റ് നടക്കുന്നുണ്ടോ, ഈ കാര്യങ്ങൾ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അതിനെ സ്കാനിലും ഹോർമോൺസിലും കൂടെ കണ്ടുപിടിച്ചിട്ട് അതിനെ കറക്റ്റാക്കാൻ നോക്കുക. ഇൻഫാക്റ്റ് മാരേജിന് ശേഷവും ചെറിയ ട്രീറ്റ്മെൻറ്റ്സ് വല്ലതും എടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് തന്നെ അതേപോലെ ചെറിയ ട്രീറ്റ്മെൻറ്റിൽ എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരി. ഓക്കെ, ഇല്ലെങ്കിൽ അതിന് ശേഷം സഫർ ചെയ്യേണ്ടി വരരുത്. എപ്പോഴും അതാണ് ആലോചിക്കേണ്ടത്. മാരേജിന് ശേഷം വെച്ചാൽ ഈ പോളിസിസ്റ്റിക് ഓവറിക്ക് വേറൊരു ഇതുണ്ട്, ഇൻഫെർട്ടിലിറ്റി. അതായത് ഫെർട്ടിലിറ്റിയെ കുറയ്ക്കാൻ പറ്റും, കുട്ടികളുണ്ടാകുന്നതിന് കുറച്ച് ഡിലേ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ. സോ അപ്പം അത് വരാതെ ഇരിക്കാൻ നമ്മൾ നേരത്തെ ഉള്ള ഒരു പ്രിക്കോഷൻ ബിഫോർ മാരേജ് തന്നെ അതെല്ലാം നോക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, കേട്ടോ? ഓക്കെ, താങ്ക് യു അമല. അപ്പോൾ നമ്മൾ ഈ പരിശോധനകൾ ബേസിക് ടെസ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അപ്പം നമ്മളിപ്പോൾ ബേസിക് ടെസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഫീമെയിൽസിന് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു ലാപ്രോസ്കോപ്പിയോ വല്ലതും ചെയ്ത് നോക്കി. സപ്പോസ് അവർക്കിപ്പോൾ യൂട്രസിനിൽ പ്രോബ്ലം ഉണ്ട്, എന്തെങ്കിലും അകത്ത് മുഴകളുണ്ട്, അല്ലെങ്കിൽ ചിലർക്ക് ഫൈബ്രോയിഡ്സ് നിറഞ്ഞിരിക്കും. അത് യൂട്രസിനകത്തിരിക്കും. പിന്നെ ഒത്തിരി ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിൽ മാത്രം, അതായത് ആ ഫൈബ്രോയിഡ്സ് ഒരുപാട് ഉള്ളത് കൊണ്ട്
ഇവർക്ക് ഈ ഗർഭധാരണത്തിന് ഒരു തടസ്സം വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കത് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലതാണ്. അതല്ല ചിലപ്പോൾ 1 2 ഒരു ബേസിക് ഒരു 3 സെൻറ്റിമീറ്റർ ആ സൈസിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ കഴിവതും പ്രഗ്നൻ്റ് ആവാത്തൊരു യൂട്രസിനെ നമ്മൾ തൊടാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം വെച്ചാൽ അത് വലുതായിട്ട് പ്രഗ്നൻസിക്ക് പ്രോബ്ലം ഉണ്ടാക്കില്ല എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാതിരിക്കുക. അപ്പോൾ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ അതിന് ആ സമയത്ത് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് യൂട്രസിനെ നല്ലോണം റിലാക്സ് ചെയ്യിക്കാനും പിന്നെ നമുക്ക് നല്ല രീതിയിൽ യൂട്രസിൻ്റെ ഒരു കെയർ കൊടുക്കാനും റെസ്റ്റ് കൊടുക്കാനും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. അല്ലാതെ അതിനു മുമ്പേ തന്നെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് അവരെ നമ്മൾ വിധേയരാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒത്തിരിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ ജസ്റ്റിഫൈഡ് ആണ് നമ്മൾ അതിന് മുമ്പേ ചെയ്യണം. എന്തായാലും അൺപ്രഗ്നന്റ് യൂട്രസ്, പ്രഗ്നന്റ് ആവാതെ യൂട്രസിലെ ഒരു ഓപ്പറേഷൻ കഴിവതും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നോക്കാമെങ്കിൽ അതായിരിക്കും നല്ലത് എപ്പോഴും. പിന്നെ അണ്ടാശയ മുഴകൾ ഈ പോളിസിസ്റ്റിക് ഓവറിയൊക്കെ ഒരു ലാപ്രോസ്കോപ്പി നമ്മളിപ്പം അത് യൂഷ്വലി ആഫ്റ്റർ മാരേജ് ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചെയ്യുന്നത്. പക്ഷേ ജസ്റ്റ് ബിഫോർ ഒരുപാട് പ്രശ്നമുള്ള കുട്ടിയാണ്, പീരിയഡേ ആവുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ബിഫോർ മാരേജ് ഒരു 6 months ബിഫോർ ചെയ്തിട്ട് ഒരു ട്രീറ്റ്മെൻറ്റും കൊടുത്ത് വെയിറ്റ് ലോസും കൊടുത്തിട്ട് മാരീഡ് ലൈഫിലോട്ട് പോകുന്നതാണ് ശരിക്കും ഐഡിയൽ. അപ്പം നമുക്ക് ഈ പ്രിവെൻഷൻ ഓഫ് ഇൻഫെർട്ടിലിറ്റി അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതാണ്, അതായത് പോയിട്ട് അയ്യോ കുട്ടി ഉണ്ടായില്ല എന്ന് പറഞ്ഞ് മറ്റേ വീട്ടുകാരും കൂടി അറിഞ്ഞ് ആ കുട്ടിയെ കുറേയൊക്കെ പറഞ്ഞ് ഒക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആകുന്നതിന് മുമ്പേ ഈ ഒരു ചെറിയ പ്രിവെൻഷൻ നമ്മൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മാർക്സ് ഒന്നും ഉണ്ടാക്കില്ല, വയറിൽ മാർക്കോ അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്ന സംഗതി അല്ല അത്. സോ അതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിനെ കറക്റ്റ് ചെയ്യാൻ ഇത് പക്ഷെ പലരും പേടിക്കും, കാര്യം മാരേജിനൊക്കെ മുമ്പേ ചെയ്യേണ്ടി വരും. പക്ഷെ അതിനു മുമ്പേ ഇപ്പോൾ അപ്പൻഡിസെക്ടമി പോലത്തെ സംഗതികളൊക്കെ വന്നാൽ ചെയ്യുന്നത് ഇതേ സെയിം മെത്തേഡിലാണ് ചെയ്യുന്ന ലാപ്രോസ്കോപ്പി. അത് എത്രയോ ഒരു 7 വയസ്സിൽ 8 വയസ്സിലൊക്കെ ചെയ്യുന്നില്ലേ കുട്ടികൾ, പിന്നെ അത് ഏത് പ്രായത്തിലായാലും ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനെന്ന് പറയുമ്പോൾ കുറച്ച് പേടിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ഐഡിയലി ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. എന്നിട്ട് അതിനുള്ള ധൈര്യം നമ്മുടെ സമൂഹത്തിനും കൂടി ഉണ്ടാകണം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിന് മുമ്പേ ഓപ്പറേഷൻ എന്തുണ്ടായി എന്നൊക്കെ ചോദിക്കട്ടെ. സോ അതിന് ശേഷമാണ് അവരെ പ്രിഫർ ചെയ്യുന്നെങ്കിൽ അതും നല്ലത്. അത് നമുക്ക് ഏറ്റവും വലിയ. ഹലോ ഹലോ ലൈഫ് ബീറ്റ്സ്, ആരാ വിളിക്കുന്നത്? ഹലോ ആരാ ഇത്? അശ്വതി. ഡോക്ടറെ അടുത്ത് ചോദിച്ചോളൂ. അശ്വതി ചോദിച്ചോളൂ. അശ്വതി കേക്കാം. അശ്വതി കേക്കാം, പറഞ്ഞോളൂ. അശ്വതിയാണ്. 2 മാസമായി മെൻസസ് കൃത്യമല്ല, 2 മാസം കൂടുമ്പോഴാണ് വരുന്നത്. ആരെങ്കിലും കാണിച്ചോ ഡോക്ടറെ? ഡോക്ടർ ആരെങ്കിലും കാണിച്ചോ? ഇല്ല. എന്തേ? ഇപ്പൊ 2-3 മാസം കൊണ്ടാണ്. 2-3 മാസം ആയാലും വരുന്നത് കൃത്യമല്ലല്ലോ. അപ്പൊ അത് വരുന്നത് ശരിയായിട്ടല്ലല്ലോ വരുന്നേ. അപ്പൊ നമ്മൾ കാണിക്കണ്ടേ? എന്ത് കാരണം കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ആദ്യം ചെയ്യേണ്ട ഒരു ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കാണിച്ചിട്ട് ഹോർമോൺ ടെസ്റ്റോ അല്ലെങ്കിൽ സ്കാനോ ചെയ്തിട്ട് ഇതെന്ത് പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കുക. എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന്റെ തുടക്കമായിരിക്കും അത്, നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പൊ നമുക്കത് അറിയണ്ടേ? അതല്ല പ്രോബ്ലത്തിന്റെ തുടക്കത്തിലേ കണ്ടുപിടിച്ചാൽ നമുക്ക് അതല്ലേ ഏറ്റവും നല്ലത്. വച്ചിരുന്ന് വൈകിക്കാതെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഓക്കെ അതിന്റെ പ്രോബ്ലം എന്തെന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മതി. ഒരു സ്കാൻ ചെയ്യുക, കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ഹോർമോൺസ് അറിയാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഡോക്ടർ ചെയ്യിപ്പിക്കുള്ളൂ. അപ്പം ഇതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്ത് പ്രോബ്ലം ഉണ്ടെന്ന്. ഓക്കെ, അപ്പം വീട്ടിൽ ഇതിനെയും കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാതെ ഡോക്ടറെ കാണുക. ഓക്കെ, എന്നിട്ട് എന്തെന്ന് കണ്ടുപിടിക്കുക അത്. ഓക്കെ, താങ്ക് യു. ഒരു കോള് കണക്ട് ആയിട്ടുണ്ട്. ഹലോ ഹലോ ലൈഫ് ബീറ്റ്സ്, ആരാ വിളിക്കുന്നത്? രേഷ്മ. ഓക്കെ രേഷ്മ, സംസാരിച്ചോളൂ ഡോക്ടർ അടുത്ത്. പറഞ്ഞോളൂ രേഷ്മ. എനിക്ക് 23 വയസ്സായി. അപ്പൊ പീരീഡ്സ് ഒക്കെ ഭയങ്കര കറക്റ്റ് ആണ്, കറക്റ്റ് ടൈമിൽ തന്നെയാണ്. പക്ഷെ അതിനോടുള്ള അസ്വസ്ഥതയാണ് എനിക്കിപ്പോ ഉള്ള പ്രശ്നം. എന്നുവെച്ചാൽ
ചിലപ്പോ ഈ പീരീഡ്സിന് ഒരു 10 ദിവസം മുമ്പേ തന്നെ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അതിന് വേണ്ടിയിട്ടാ. ഓക്കെ, അത് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം പ്രോബ്ലംസ് ഉണ്ടാവുന്നത് ഒരു യൂഷ്വലാണ്. അതിന് നമുക്ക് റെഗുലറായിട്ട് കഴിക്കാൻ പറ്റിയ ന്യൂട്രിയൻസും അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചികിത്സാ രീതികളും ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്നും നമുക്കൊരു ഇത് കിട്ടാൻ, ഒരു ബെറ്റർമെൻറ്റ് കിട്ടാനായിട്ട് സാധാരണ വളരെ കുറച്ച് സ്ത്രീകളിൽ ഇത് കാണാം. പക്ഷേ നമുക്കൊരു റെഗുലർ ട്രീറ്റ്മെൻറ്റ്, അതായത് ഡെയിലി എടുക്കാൻ പറ്റുന്ന കുറച്ച് ന്യൂട്രീഷണൽ ട്രീറ്റ്മെൻറ്റ്, പിന്നെ ന്യൂട്രീഷണൽ ബാലൻസ്, പിന്നെ വേറെ ചെറിയ ചികിത്സകൾ, ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ റെഗുലറായിട്ട് വേണം, എല്ലാ ദിവസവും കഴിച്ചു പോകണം. അല്ലാതെ പീരിയഡ് ടൈമിൽ മാത്രമല്ല. അങ്ങനെ കഴിച്ചു പോവുകയാണെങ്കിൽ നമുക്കതിൽ തീർച്ചയായിട്ടും ഈ അസ്വസ്ഥത മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് പക്ഷേ ഒരു ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങാനും ട്രീറ്റ് ചെയ്യാം? അതെ, തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ അസിസ്റ്റൻസ് തീർച്ചയായിട്ടും വേണം. ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒരു ഹെൽപ്പ് തീർച്ചയായിട്ടും വേണ്ടി വരും. ഓക്കെ, എന്നാലേ ഇതിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ആ കാരണങ്ങൾ പറഞ്ഞ് അതിൻ്റെ ബേസിക് എന്തെങ്കിലും ഹോർമോൺ ഇംബാലൻസ് ഉള്ളോ എന്നുള്ളതും കൂടി കണ്ടുപിടിച്ചിട്ട് പിന്നെ ആയിരിക്കണം ഈ പതുക്കെ മെഡിസിൻസ് തുടങ്ങുകയും ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, പേടിക്കേണ്ട, നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട്, തീർച്ചയായിട്ടും ഭേദമാവും. പക്ഷേ അതൊരു റെഗുലറായിട്ട് കുറച്ച് ദിവസം എടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ കുറച്ച് എക്സസൈസും ഒക്കെ വേണ്ടി വരും. ഒരു ഹാഫ് ആൻ അവർ നടക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അതുമൊക്കെ ഇതിൻ്റെ കൂടെ അഡ്വൈസ് ചെയ്യും അവർ. കാണിക്കുന്ന ഡോക്ടർ ആരായാലും അവരോട് പറഞ്ഞിരുന്നാൽ മതി ഈ കാര്യങ്ങൾ. തീർച്ചയായിട്ടും അത് ഭേദമാക്കാൻ പറ്റും. ഓക്കെ, ഷ്യൂർ. താങ്ക് യു രേഷ്മ. നമ്മുടെ ടോപ്പിക് ഇതല്ലെങ്കിൽ പോലും പലർക്കും ഇങ്ങനെ ഈ ഒരു പ്രീ മെൻസ്ട്രുവൽ അസ്വസ്ഥതകളൊക്കെ, ഇത് ഹോർമോണൽ ഇംബാലൻസ് വരുന്നതാണ്. കുറച്ച് അത് മെന്റലി ഓൾസോ കുറച്ച് എഫക്റ്റഡ് ആവുന്നതാണ് അവർ. കാര്യം എന്തെന്ന് വെച്ചാൽ അവർക്ക് ഡിപ്രഷൻ വരുന്നത്, അതൊരു മൂഡ് സ്വിങ്സും ഡിപ്രഷനും ചിലർക്ക് കുറച്ച് ഹോർമോൺസിന് അത് കോസ് ചെയ്യാൻ പറ്റും. ഈ ഹോർമോൺസിന് ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാക്കാൻ പറ്റും, കുറച്ച് ഇതും ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് അതിന് ഏറ്റ രീതിയിൽ നമ്മൾ ആക്ച്വലി മൈക്രോ ന്യൂട്രിയൻസും ന്യൂട്രീഷനും ഒക്കെയാണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. അതിനോടൊപ്പം ചെറിയ തോതിൽ നമുക്ക് ഇവരുടെ ഹോർമോൺ ബാലൻസിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് കുറച്ചൊന്ന് കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വേണ്ടി വരും റെഗുലർ മെഡിക്കേഷൻ വേണ്ടി വരും. തിരിച്ച് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. സോ അപ്പം നമ്മളിപ്പം യൂട്രസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് വഴികളുണ്ട്. ഒന്ന്, നമുക്ക് ഇപ്പോൾ ഫൈബ്രോയിഡ്സ് പോലെ ഇപ്പോൾ യൂട്രസിൻ്റെ അകത്താണെങ്കിൽ എന്ത് ചെയ്യും, ക്യാവിറ്റിക്കകത്ത് ഉള്ളിലോട്ടാണ്, എങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്. സോ അതിന് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതുണ്ട്, ഹിസ്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ട്. അതായത് ഹിസ്ട്രോ എന്ന് പറഞ്ഞാൽ യൂട്രസ് ആണ്. അപ്പോൾ യൂട്രസിൻ്റെ അകത്ത് പോകുന്ന ഒരു ക്യാമറ, അതിൻ്റെ കൂടെ കട്ടിംഗ് ലൂപ്പും കൂടി ഉണ്ടാവും. സോ നമുക്ക് ഈസി ആയിട്ട് അതിനോടൊപ്പം തന്നെ ക്ലിയർ ചെയ്ത് നമുക്ക് വയറോ തുറക്കോ ഒന്നും ചെയ്യാതെ യോനി ഭാഗം വഴി തന്നെ പോയി അതിട്ടിട്ട് കണ്ടുകൊണ്ട് മോണിറ്ററിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തുള്ള മുഴകളെയും മാറ്റാൻ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അതുപോലെ തന്നെ സെപ്റ്റം എന്ന് പറയുമ്പോൾ വലിയൊരു വാൾ പോലെ ഉണ്ടാവും ചിലപ്പം ക്യാവിറ്റിയിൽ, അത് മാറ്റാൻ പറ്റും. അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഈ ഇതിന് വന്ധ്യതയ്ക്ക് കാരണമായ ഒത്തിരി പ്രോബ്ലം അതുവഴി മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഇനി നോക്കേണ്ടത് ട്യൂബിൻ്റെ കാര്യം. ഇപ്പം ട്യൂബ്സിൽ പ്രോബ്ലം വന്നിട്ടുണ്ട്, നല്ല ഇൻഫെക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ട്യൂബ് നോർമൽ വർക്കിംഗ് കണ്ടീഷനിലല്ല, അതല്ല രണ്ടും ബ്ലോക്കാണ്. ഇങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആയതായിരിക്കും. ചിലപ്പോൾ ഇൻഫെക്ഷൻ ആയിരിക്കും യൂഷ്വൽ കാരണം, അതാ ജന്മന ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും ആവും. അങ്ങനെ എന്തെങ്കിലും ആയാൽ നമുക്കിപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ബ്ലോക്കാണെങ്കിൽ പിന്നെ ആ ഒരു പർട്ടിക്കുലർ ആളുകൾക്ക് പിന്നെ ഉള്ളത് പിന്നെ അവർക്ക് അതൊന്നേ ഉണ്ടാവുള്ളൂ. ഒരു വെച്ചാൽ യൂട്യൂബ് ഇല്ലെങ്കിൽ മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ അവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കേണ്ടത്. അപ്പോൾ അവിടെ വന്നിട്ട് ഈ ചേർച്ച നടക്കാൻ സാധ്യതയില്ലെങ്കിൽ നമുക്കതിനെ വെളിയിൽ ചെയ്തിട്ട് അകത്ത് യൂട്രസിനകത്ത് ഇട്ട് കൊടുക്കണം. അതിനെയാണ് IVF അഥവാ ടെസ്റ്റ് ട്യൂബ് ബേബി എന്നൊക്കെ പറയുന്നത്. IVF, ICSI, ഇങ്ങനെ പല പേരുകളിൽ പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകളാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇതിലോട്ട്
ശരിക്കും പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പക്ഷേ IVF ഒത്തിരി കല്യാണം കഴിഞ്ഞ് ഒരുപാട് ഏജ് ആയാൽ IVF തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ എൻഡോമെട്രിയോസിസ് ഒക്കെ വളരെ ക്രോണിക് ആയി പോയാലും അതേപോലെ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഏജ് കൂടിയാലും, പിന്നെ അതേപോലെ ഹസ്ബൻഡിന്റെ കൗണ്ട് വളരെ കുറഞ്ഞ് 1 മില്യൺ 2 മില്യൺ അങ്ങനെയൊക്കെ ഇരുന്നാലൊന്നും നോർമൽ പ്രഗ്നൻസി സാധ്യമേ അല്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ IVF പോകാറുണ്ട്. സോ ഇങ്ങനെ IVFന് തന്നെ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. എന്തൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോകാം. പിന്നെ അതും ഈ പറഞ്ഞ പോലെ അതിൻ്റെ സത്യമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ 30% പോസിറ്റിവിറ്റിയെ കിട്ടുള്ളൂ, 30% സക്സസ് ഉള്ളൂ. എല്ലാവരും ചെയ്യുന്ന എല്ലാവർക്കും ഉടനെ പോസിറ്റീവായി കുട്ടിയെ കിട്ടും എന്നുള്ളതല്ല. ഹലോ ഹലോ, ലൈഫ് ബീറ്റ്സ്, ആരാ വിളിക്കുന്നത്? ഹലോ ഹലോ, ആരാ ഇത്? എന്റെ പേര് ദീപ എന്നാണ്. എനിക്ക് 29 വയസ്സേ ആയിട്ടുള്ളൂ. സംസാരിച്ചോളൂ ഡോക്ടർ അടുത്ത്. പറഞ്ഞോളൂ. എനിക്ക് 2 മക്കളുണ്ട്. പക്ഷേ ഇപ്പോ ഹസ്ബൻഡുമായിട്ട് ഈ സെക്സിൽ അങ്ങനെ ഒരു താല്പര്യം കുറവ്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്ന ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യണോ അങ്ങനെ ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിപ്പോ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. അല്ല, ഇപ്പൊ എത്ര കാലമായി ഇങ്ങനെ തുടങ്ങിയിട്ട്? ഏതാണ്ട് ഒരു 5-6 വർഷം കൊണ്ട് ഇങ്ങനെയാ. അങ്ങനെ വലിയ താല്പര്യമില്ല. കുട്ടികളുണ്ടായതിന് ശേഷം? ഓക്കെ. അപ്പോൾ ഇതിന് ഒരിടത്തും കാണിക്കുകയൊന്നും ചെയ്തില്ലല്ലോ? ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടില്ല. ബെറ്റർ കാണിക്കുന്നതാവും ഭേദം. അതൊന്ന് കാണിക്കുക. ഡോക്ടറെ കാണിക്കണം. അതെ, തീർച്ചയായിട്ടും. കാര്യം വെച്ചാൽ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചാൽ മതി. കാണിച്ചാൽ അവർ ഹോർമോൺ ബാലൻസ് ഒന്ന് നോക്കിയിട്ട് വേറെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനത്തെ ഫാക്ടർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടി നോക്കും. ഓക്കെ. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് പിന്നെ നാച്ചുറലി നമ്മുടെ മാനസികമായിട്ടുള്ള അവസ്ഥയും ആ സമയത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസൻ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ മാനസികാവസ്ഥ എങ്ങനെയാണ് എന്നുള്ളതും കൂടി നോക്കിയിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഒരു കൗൺസിലിങ്ങും ഒക്കെ ഉണ്ടാവുകയാൽ തീർച്ചയായിട്ടും അത് ഭേദമാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു എക്സ്പേർട്ടിൻ്റെ അഡ്വൈസ് എടുക്കുക, അല്ലാതെ വീട്ടിലിരുന്ന് ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കണ്ട. ഓക്കെ, റൈറ്റ്. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ ട്യൂബിൻ്റെ ബ്ലോക്ക് ആണെങ്കിൽ എങ്ങനെയാണ് ഡോക്ടർ ട്യൂബിന് ബ്ലോക്ക് ഉണ്ടെന്ന് നമ്മൾ സ്കാനിൽ അറിയാം? അല്ല, നമുക്ക് സ്കാനിലൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു HSG എന്ന് പറഞ്ഞിട്ട് ഡൈ ഇട്ടിട്ട് ഇത് എക്സ്റേ എടുക്കുന്ന ഒരു സംഗതിയുണ്ട്, ഹിസ്ട്രോസൾഫിംഗോഗ്രാം എന്ന് പറഞ്ഞിട്ട്. സോ അത് ഭയങ്കര വേദനയുള്ള ഒരു സംഗതിയാണ്. ഡൈ ഭയങ്കര പെയിൻഫുള്ളാണ്. സോ കഴിവതും നമ്മളത് അവോയ്ഡ് ചെയ്തിട്ട് ഇപ്പോൾ എന്തായാലും എത്രയും വർഷം ഒരാൾക്ക് ഒരു ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കണം, എല്ലാം നോക്കണം, യൂട്രസിൻ്റെ അകം നോക്കണം. റിയലി ഇത് വന്നിട്ട് ബ്ലോക്ക് ആണോ എന്ന് നോക്കണം. എന്നുവെച്ചാൽ അത് ഡെട്രിമെൻ്റലാണ്. കാരണം വെച്ചാൽ അത് വച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇവരെ വേറെ ട്രീറ്റ്മെൻറ്റിലേക്ക് നയിക്കാൻ പോകുന്നത്. സോ കഴിവതും ലാപ്രോസ്കോപ്പി വഴി തന്നെ നമ്മളത് കൺഫേം ചെയ്യണം. അതേപോലെ ഓവറിയുടെ പ്രോബ്ലംസ് എല്ലാം കൂടി നോക്കാനാണ് നമുക്ക് ഏറ്റവും ബെറ്റർ, വേറൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ പറയുന്നതിന് മുമ്പേ. സോ അങ്ങനെ വരുമ്പോൾ ലാപ്രോസ്കോപ്പി വഴി തന്നെ കൺഫേം ചെയ്യുക. നമുക്ക് അതേപോലെ ഹിസ്ട്രോസ്കോപ്പി ചെയ്യുമ്പോഴത്തേക്കും ആ 2 ഓപ്പണിങ്ങും അറിയാൻ പറ്റും. ട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത് അറിയാൻ പറ്റും. വേണമെങ്കിൽ പറ്റുമെങ്കിൽ നമുക്ക് ചെറിയ തോതിൽ കാനുലേറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ചെറിയ ബ്ലോക്കൊക്കെ അതിൽ മാറ്റാൻ പറ്റും. അതല്ല വലിയ കാര്യമായിട്ടുള്ള ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആ ഡൈ ഇടും, അത് പോവില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും ഇറ്റ് ഈസ് ബ്ലോക്കാണ്, പോസിബിൾ അല്ല എന്നുള്ളത് മനസ്സിലാവുമ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യാൻ കുറേ ശ്രമിക്കും. ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് നമുക്ക് ഫൈനലി അതിന് ഒരു തീരുമാനം എടുക്കണം. എന്നുവെച്ചാൽ ട്യൂബ്സ് 2ഉം ഒരു രീതിയിലും നമുക്കത് പോസിബിൾ അല്ല, മാറ്റാൻ പോസിബിൾ അല്ല. അപ്പോൾ പിന്നെ നെക്സ്റ്റ് അവർക്ക് സജസ്റ്റ് ചെയ്യേണ്ടത് IVF ആണ്. ഈ ലാപ്രോസ്കോപ്പി പറയുമ്പോൾ സാധാരണക്കാർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് പെയിൻഫുൾ ആണോ? അത് എത്രത്തോളം? ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത് കീ ഹോൾ സർജറി. അത് വലിയ കോസ്റ്റ്ലി ഒന്നും അല്ല. ഒരു സിംഗിൾ ഡേ ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി. ഒരു ഡേ പിറ്റേ ദിവസം രാവിലെ പോകാം, അങ്ങനെയാണ്.
അത് ചെയ്ത് അരമണിക്കൂറിനകം എണീറ്റ് നടക്കാം. നമ്മൾ ശരിക്കും മുഴുവനായിട്ട് മയക്കിയിട്ടാണ് ചെയ്യുന്നത്. ഒരു 30 to 40 മിനിറ്റ്സ് വേണ്ടി വരും സാധാരണ ഒരു ഡയഗ്നോസ്റ്റിക് ലാബ് നമ്മളിതെല്ലാം നോക്കുന്നതിന്. പിന്നെ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ സിസ്റ്റ് റിമൂവ് ചെയ്യാനും അതേപോലെ മുഴകൾ, അതിനൊക്കെ 2 to 3 hours ഒക്കെ എടുക്കുന്നതാണ്. പിന്നെ യൂട്രസ് മാറ്റുന്നതുണ്ട്, 2-3 hours മുകളിലൊക്കെ വരും. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവാം. സോ അതുണ്ടാവും. പക്ഷേ ഈ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് ആയിട്ട് ഈ എല്ലാ കാര്യങ്ങളും നോക്കുന്നതിന് 30 to 40 മിനിറ്റ്സ് മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വളരെ ചെറിയ ഒരു മുറിവ്, നമ്മളത് കാണാൻ കൂടി പറ്റാത്ത ഒരു സംഭവം ക്യാമറ വയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അത് അവർക്ക് അറിയാൻ കൂടി പറ്റത്തില്ല, അത് പൊക്കിളിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് പോവുക ചെയ്യുന്നത്, അത് കാണാനും കൂടെ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു സംഭവമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ ഒരു 1/2 hour കഴിയുമ്പോൾ ഉണർന്നു കഴിഞ്ഞാൽ സാധാരണ പോലെ നടക്കാൻ പറ്റും, സാധാരണ പോലെ ഭക്ഷണം കഴിക്കാൻ, ഒരു നോർമൽ ടെസ്റ്റിന് വന്നു പോകുന്നത് പോലെ ഉള്ളൂ. ഞങ്ങൾ ശരിക്കും അതിന് സർജറി എന്ന് പറയാറില്ല, പ്രൊസീജിയർ എന്ന് പറയും. ബിക്കോസ് ഓപ്പണിംഗ് ഇല്ല ആൻഡ് ഹോസ്പിറ്റൽ സ്റ്റേ ഇല്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ശരിക്കും ബെറ്റർ ഇതിന് ശരിക്കും ഫോറിനിലൊക്കെ അവർ ഡേ കെയർ പ്രൊസീജിയറാണ്, രാവിലെ വന്ന് വൈകിട്ട് പോവാം അങ്ങനെയുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊരു കൊടുത്ത ഒരു സർജറി എന്നുള്ള രീതിയിൽ ഒരു സ്റ്റിഗ്മ ഉള്ളതുകൊണ്ട് അന്ന് വിട്ടാൽ അത് വേറെ കുറച്ച് പ്രശ്നങ്ങളാകും. അതുകൊണ്ട് ആൻസ്തറ്റിസ്റ്റും പറയും ഓക്കെ നമുക്ക് ഒരു ദിവസം വാച്ച് ചെയ്തിട്ട് മതി, പിറ്റേ ദിവസം വിടും. സോ അങ്ങനെയാണ് നമ്മൾ ഒരു ദിവസം റീറ്റെയിൻ ചെയ്യുന്നത്. സോ അത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ IVF ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഒരുപാട് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അത് ഒത്തിരി പേർക്ക് ഗുണം ചെയ്യുന്നുമുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒത്തിരി പേർക്ക് കുട്ടികളെ കിട്ടുന്നുമുണ്ട് തീർച്ചയായിട്ടും. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഇല്ലെങ്കിൽ പോലും 2-3 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പം കുഞ്ഞുങ്ങൾ കിട്ടുന്നവരും ഉണ്ട്. സോ അപ്പോൾ അതൊരു വലിയ ഒരു അനുഗ്രഹമാണ്. ഈ ഒരിക്കലും കിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും മാറി പ്രതീക്ഷയല്ലേ. അപ്പൊ അതും അങ്ങനെ ഒരു പ്രതീക്ഷ കിട്ടാൻ പറ്റിയ ഒരു ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സാധ്യമായിട്ടുണ്ട്. അത് വളരെ നല്ലതാണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇവിടെ കഴിയാൻ ഡോക്ടർക്ക് നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ കഴിയുന്നു. നിങ്ങൾക്ക് ഇനിയും സംശയങ്ങളുണ്ടാവാം. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് ഇമെയിൽ അയച്ച് ചോദിക്കുക, acvlifebeats@gmail.com. ഇന്നത്തെ എപ്പിസോഡ് പൂർത്തിയാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.